ഇതൊരു ചടങ്ങാണല്ലോ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ. കാരണം ഇന്നത്തെ ഈ ഫോട്ടോ എടുപ്പല്ല നാളത്തെ ഓർമ്മകള്. അപ്പൊ നമ്മൾ കുളങ്കര പൂരത്തിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ഈ ഒരു വീഡിയോ. ഇതെന്ത് കളിയാണ് മനസ്സിലായില്ല. ആ കോല് വലക്കൊക്കെ പിടിച്ചുള്ള ഒരു കളി. ഇതൊരു വെറൈറ്റി ഉണ്ട്. പ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു കളി കാണുന്നത്. എന്തായാലും കുളങ്കര പൂരം ഈ 2025 അതിഗംഭീരമായിട്ട് തന്നെ ഇവിടെ ആഘോഷിച്ച് എടപ്പാള്. അതിന് അതിഗംഭീരം എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ വെടിക്കെട്ടൊന്നും ഇല്ലാത്തതിന് അതിന്റെ ഭയങ്കര ദേഷ്യമായിരുന്നു നമ്മളെല്ലാവർക്കും. അങ്ങനെ ഒരുപാട് ദൂരദേശത്ത് നിന്ന് പോലും ആൾക്കാരോട് വന്ന് എല്ലാ വർഷവും വരാറുള്ളതാണ്. അപ്പൊ നല്ലൊരു വെടിക്കെട്ടാണ്. എല്ലാ വർഷവും 2-3 സെറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് പൂരപ്പറമ്പിലേക്ക് തന്നെ പോകട്ടെ. പൂരപ്പറമ്പിലേക്ക് പോകുമ്പോൾ ഈ നെക്സ്റ്റ് ഫീല് നമ്മളെ ചെറുപ്പത്തിൽ നടന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ ഈ ഒരു പൂരപ്പറമ്പിലേക്ക് വരുന്നത്. അത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ കളിപ്പാട്ടുകളും പൊരിയും ജിലേബിന്റെ കടകളും അതുപോലെ കുറെ കൈനോട്ടക്കാരും ഇതെല്ലാം കണ്ടുള്ളൊരു യാത്രയുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീൽ. കാരണം നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവർക്ക് കൈപിടിച്ച് ചെറുപ്പത്തിലൊക്കെ പോയുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് ഇപ്പോഴും കിട്ടും. നമ്മൾ എങ്ങോട്ട് നമ്മുടെ ഒരു ബാല്യകാലത്തേക്ക് തിരിച്ചു വന്ന ഫീൽ കേട്ടോ. നമ്മൾ അമ്പലത്തിന്റെ അവിടെ ചെന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ അമ്പലത്തിന്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല. ആനയുടെ ഫ്രണ്ട് കിട്ടില്ല, ബാക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഉള്ളതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഈ ഒരു സൈഡിലൂടെ നടന്ന് അമ്പലത്തിന്റെ മെയിൻ ഭാഗം കവർ ചെയ്ത് പാടഭാഗത്തേക്കാണ്ട് എത്തിയപ്പോണ്ടല്ലോ ഭയങ്കര ജനങ്ങളായിരുന്നു. ഇതിന് ഒരുപാട് ആൾക്കാർ വെടിക്കെട്ട് ഉണ്ടാവിച്ചിട്ട് വന്നാട്ടാ. പിന്നെ നമ്മൾ ഈ കരിങ്കാലുള്ള ഭാഗത്ത് പോയി. ആശാനെ നമുക്ക് മുന്നേ പേടിയാണ്. കരിങ്കാലം എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ നമ്മളെ കുറെ ഓടിച്ചാണ്. എന്നാലും നമ്മൾ ഇപ്പോഴും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തേക്കിനെ നിന്ന് ഈ കരിങ്കാലിന്റെ ആയിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് അതിന്റെ കുറെ വീഡിയോസ് എടുത്ത് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോസ് എടുക്കുന്ന വെച്ചാല് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രവാസികളുണ്ട്. പ്രവാസികളൊക്കെ ഈ ഓർമ്മകൾ, ഈ ഉത്സവത്തിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അവർക്കും. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. അപ്പൊ അവർക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തല് അവരും കൂടി ഇത് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാ ഈ ഒരു വീഡിയോ ഇത്ര ലെങ്ത്തിൽ നമ്മൾ എടുത്തത്. അങ്ങനെ ഈ കരിങ്കാലിന്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു. പിന്നെ ഈ അമ്പലപ്പറമ്പിൽ വന്നായിരുന്നല്ലോ. അപ്പൊ അമ്പലത്തേക്ക് നടക്കുമ്പോൾ ഈ അനൗൺസ്മെന്റ് ഒക്കെ നമ്മളെ സുധീഷ് അമ്പാടിയുടെ ഒക്കെ ഈ ഉത്സവം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അനൗൺസ്മെന്റ് ഒക്കെ കിട്ടാം. അതൊക്കെ കേൾക്കുമ്പോഴല്ലോ വേറൊരു എന്തോ നമ്മളൊരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോക്കാം. പിന്നെ നമ്മളെ എടുത്തത് അറിയാൻ വേണ്ടിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്ത് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാരെ അടിച്ച് വിളിക്കട്ടെ. പ്രായമൊക്കെ മറന്നിട്ട് പുള്ളിക്കാരെ ഒട്ടിക്കത്തെ ഡാൻസാണ് കണ്ടാ. എന്താ വൈബ്. ആ താളത്തിനനുസരിച്ചിട്ട് ആളുടെ ഡാൻസ് ഉണ്ടല്ലോ, പൊളിച്ച് മോനെ പൊളിച്ച്. കുറെ ആൾക്കാരൊക്കെ നോക്കി ചിരിക്കണൊക്കെ ഉണ്ട്. പുള്ളിയാന്ന് മെയിൻ ചെയ്യില്ല, നെവർ മൈൻഡാ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഒരുപാട് ടോയ്സുകളൊക്കെ ഉണ്ട്. നമ്മള് ചെറുപ്പത്തിൽ വാശി പിടിച്ച് കറങ്ങി കുറെ ടോയ്സ്. അന്ന് പൈസ ഉണ്ടായിരുന്നില്ല നമുക്ക് വാങ്ങണം. അന്ന് പൈസ ഉള്ളപ്പോ നമുക്കത് വാങ്ങാനുള്ള പ്രായമല്ല. എന്നാലും നമ്മളിതൊക്കെ കണ്ട് ഈ വാർത്തകൂടെ ഒക്കെ നടന്ന് ആ ഒരു കൾച്ചറും കാര്യങ്ങളും പഴയ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയും ഇതൊക്കെ ആശ്രയിച്ച് നടക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവാസികളായ ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ മിസ്സാവുന്നുണ്ടാവും. എന്നാലും ഓരോ ആൾക്കാരും നമ്മളോട് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്, എടാ എങ്ങനെയുണ്ട് പരിപാടി, കാര്യങ്ങൾ, ഫോട്ടോസ് ഇടും വീഡിയോസ് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ പൂരപ്പറമ്പിൽ പോയിട്ടില്ല നമ്മളല്ലേ ഐസ് തിന്നുക, അതുപോലെ ഓംലേറ്റ് അടിക്കുക, അതൊക്കെ ഒരു വേറൊരു ഫീൽ തന്നെയല്ലേ. പൂരപ്പറമ്പിൽ ഓംലേറ്റിന് പറ്റിയൊരു ഇഷ്ടമാണ്. നമ്മളെപ്പോഴും പറയത് ഇവിടെ കുറെ മുത്തശ്ശിമാരിക്കുന്നുണ്ട് കേട്ടോ. കൈനോട്ടക്കാരാണ്. പറമ്പിലോടത്തുണ്ടാവും, കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ രാവിലത്തെ പൂരത്തിന്റെ ഏകദേശം തിരക്കഴിഞ്ഞ് രാത്രിയാകുമ്പോ നല്ല ആളുണ്ട് കേട്ടോ. നല്ല ആളെന്ന് പറഞ്ഞാൽ ഈ എടപ്പാൾ കുളങ്കര പൂരത്തിന് അത്യാവശ്യം ആളുകളുണ്ടാവും. അവിടെ കായബജിയും കുലുക്കി സർബത്തും കരിമ്പ് ജ്യൂസും ചായയും കാപ്പിയിട്ട് വേറെ ഒരു ഭാഗത്ത് കച്ചവടം തകൃതിയ നടക്കാണ്. അതുപോലെ തന്നെ രാത്രിയുള്ള വരവുകളും അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുളങ്കര പൂരത്തിന്റെ മെയിൻ ഗേറ്റ് ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. കണ്ടോ രാത്രി ആയാലും ഇത് മെയിൻ റോഡാണ്, നമ്മളെ പാലക്കാട് റോഡാണ്. ഈ പാലക്കാട് റോഡൊക്കെ ഫുള്ളാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ട് നടക്കാൻ തന്നെ ചെയ്യാന്നറിയാം. അതിന്റെ ഇടയിൽ വരവും വരുന്നുണ്ട്. കുറെ വരവുകൾ ലേറ്റ് ആയി. ഇപ്രാവശ്യം വരവ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ വന്നത്തെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് കുറെ വന്നുള്ളത്. അപ്പൊ ആനയുടെ ഒരു വരവാണ് ആ വരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള വരവ് തന്നെ തിരുവള്ളി വരുന്ന ഒരു വരവുണ്ട്. ആ വരവാണ് ആ വരുന്നത്. അപ്പൊ ഈ ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതി ഇതിപ്പോ നമ്മൾ അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുക ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ രാത്രിയായപ്പോ നല്ലൊരു ഗാനമേളായിരുന്നു കേട്ടോ. ചെക്കന്മാരൊക്കെ വേറെ വൈബാ, പൊളി വൈബ്. എന്താ മൂഡ് എന്ന് അറിയില്ലേ, ആ ഒരു മൂഡിലായിരുന്നു. അപ്പൊ ഗാനമേള ഉഷാറായിരുന്നു. നല്ല കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വെടിക്കെട്ടിന്റെ ക്ഷീണുണ്ടല്ലോ, അത് ഗാനമേളന്റെ തീർത്ത് തന്നെ പറയാം. ഉത്സവം കൊടി ഇറങ്ങണത് ഈ ഒരു ഗാനമേളയോട് കൂടിയിട്ടായിരുന്നു. ഇപ്പൊ ഗാനമേള കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളും കുറെ നോക്കി അവിടെ പാട്ടൊക്കെ കേട്ട് വായി നോക്കി അവിടെ നടന്നു. കുറെ ആൾക്കാർക്ക് ക്യാമറ കാണുമ്പോൾ ചെമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ട് ജോസ്കോ ട്രിവാൻഡ്രത്തിന്റെ പാട്ടുകളായിരുന്നു, ഗാനമേളയായിരുന്നു. അപ്പൊ അവര് നല്ല അടിപൊളിയായിട്ട് ആളുകളെ കയ്യിലെടുത്ത് അവർക്ക് നന്നായിട്ട് അറിയാം. നല്ല ഗാനമേള തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ഈ വർഷത്തേത് ആഘോഷിച്ചത്.
അപ്പോ ഈ ഒരു ഉത്സവത്തിന്റെ ഇപ്രാവശ്യത്തെ നമുക്കൊരു മൈനസായി തോന്നിയത് വെടിക്കെട്ട് തന്നെയാണ്. അത് ഭയങ്കര ഒരു കുറവ് തന്നെയായിരുന്നു. ഒരു 3 സെറ്റ് വെടിക്കെട്ട് എല്ലാ പ്രാവശ്യവും നോർമലാണ്, ഇപ്രാവശ്യം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം വെടിക്കെട്ടുള്ള ഒരു ഉത്സവമൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ വാട്ടും കൂത്തും തിരക്കും ഒക്കെ കൊണ്ട് ഈ ഒരു വർഷത്തെ കൊളങ്കര പൂരവും നമ്മൾ ഉഷാറാക്കി ആഘോഷിച്ചു. അപ്പൊ എല്ലാ പ്രവാസി കൂട്ടുകാർക്കൊക്കെ കാണുന്നില്ലല്ലേ, അടുത്ത പ്രാവശ്യം നിങ്ങളൊക്കെ പങ്കെടുക്കുക, മാക്സിമം കൊണ്ട് വരിക. ഉത്സവത്തിന്റെ ടൈമിലൊക്കെ നിങ്ങൾ വന്നിട്ട് 4 സ്റ്റെപ്പൊക്കെ ഇടി, നല്ല ഇതിന്റെ വൈബ് കണ്ടാ, കുട്ടികളൊക്കെ കളിക്കണേണ്ടില്ലേ. അപ്പൊ ഇവിടെ പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും നല്ല വൈബിലിരുന്നു. നമ്മൾ പിന്നെ വൈബൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ വേറെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ട് നേരെ പറയായിരുന്നു. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, കുറെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒന്ന് കാണിക്കുക. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന്റെ കംപ്ലീറ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റി. ഒരുപാട് വരവുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കൂടുതൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ആളുകളൊക്കെ രാത്രി 1 മണി ആയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, ഫുള്ള് വോളിയത്തിൽ വൈബിൽ തന്നെയായിരുന്നു. അപ്പോ ഈ വർഷത്തെ ഉത്സവം അങ്ങനെ സമാധിയായി കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമോട് കൂടിയിട്ട് വെടിക്കെട്ട് ഇല്ലെങ്കിലും അതിന്റെ ക്ഷണക്ക് പാട്ട് വെടിക്കെട്ടോണ്ട് തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം വെടിക്കെട്ടോട് കൂടിയിട്ടുള്ള ഉത്സവം തന്നെ ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഗവൺമെന്റ് ഒക്കെ ഒന്ന് കനിയെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഉത്സവ പറമ്പിൽ ഇപ്പൊ തൽക്കാലം വിട പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു നടക്കട്ടോ. ഇനി അടുത്ത വർഷം എന്താണെന്നൊരു ഉറപ്പുമില്ല, ഒരു പ്രതീക്ഷയില്ല. എന്തായാലും ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന രീതിയിൽ ഞാനും തിരിച്ചു നടന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.